ജപ്പാനിൽ ഇപ്പോൾ അവർ വൈറൽ തസ്കരന്മാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഗ്രാൻഡ് പാ ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ അറിയാലോ ഇവരുടെയൊക്കെ വയസ്സ്. അതായത് എബോവ് 70, ഒരാൾ 69, ഒരാൾ 70-ന് മുകളിൽ, ഒരാൾ 88. അതായത് അങ്ങനെ 3 നമ്മൾ പറഞ്ഞാൽ മുതുമുത്തശ്ശന്മാർ എന്നൊക്കെ പറയുന്ന ഗണത്തിലുള്ള ആളുകളാണ് 3 പേർ ചേർന്ന് ഒരു തസ്കര സംഘം. അവർ ഈ വമ്പൻ കൊള്ളകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ തന്നെ 10-ലേറെ അല്ലെങ്കിൽ 10ഓളമെങ്കിലും മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ജപ്പാനിലെ പോലീസൊക്കെ ഇങ്ങനെ തലങ്കം വിലങ്കം ഇവരെ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുടുങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാൻഡ് പാ ഗ്യാങ് എന്ന പേര് വന്നതെന്നൊക്കെ അക്ഷയ നമ്മളോട് പറയും. അക്ഷയ, പേരിൽ വളരെ കൗതുകമുണ്ടല്ലേ ഗ്രാൻഡ് പാ ഗ്യാങ്. അവരുടെ അധികം പടങ്ങൾ പോലും നമുക്ക് കിട്ടാനില്ല. ആകെ 3 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രാഫിക്കൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകണം. എങ്ങനെയാണ് ഇവർ ഇത്ര പേടിപ്പെടുത്തുന്ന ആളുകളായി മാറുന്നത്? ദിവിഷ്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇനി വിശ്രമ ജീവിതമാണ്, നമുക്കത് വളരെ സമയം കൊല്ലുന്ന പല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കാമെന്നൊക്കെ. എന്തായാലും ഇവർ ഈ 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ വട്ടം ചുറ്റിക്കുകയാണെന്ന് പറയാതെ വയ്യ. ഇവരറിയപ്പെടുന്നത് തന്നെ ദിവിഷയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാൻഡ് പാ ഗ്യാങ് എന്നാണ്. എല്ലാവരും വളരെ പ്രായമുള്ള ആളുകളാണ്. ഒരു ഹോളിവുഡ് സിനിമയ്ക്കൊക്കെയുള്ള കഥയുണ്ട് ഇവരുടെ ജീവിതത്തിൽ. ജയിലിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. അപ്പോൾ ജയിലിലേക്ക് നമ്മൾ എപ്പോഴും ആളുകളെ അയക്കുന്നത് അവരുടെ തെറ്റ് തിരുത്തി അവർ നല്ല നടപ്പിൽ മുന്നോട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇവരെ ഈ സമാന സ്വഭാവമുള്ള ആളുകൾ ഇങ്ങനെ ജയിലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാം എന്നൊരു പ്ലാനൊക്കെ ആയിട്ടാണ് 3 പേരും പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇവരിറങ്ങുന്നു. അത് ഈ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, അതായത് കൊള്ളയടിക്കുന്നത് ആഭരണങ്ങളാകാം, മദ്യമാകാം, അതല്ലെങ്കിൽ മറ്റ് പണമാകാം, അങ്ങനെ എന്താണെങ്കിലും പൂട്ടിക്കിടക്കുന്ന വീട് കണ്ടാൽ ഇവർക്ക് മോഷ്ടിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. വീടുകളിൽ കടക്കുന്നു, മോഷണങ്ങൾ നടത്തുന്നു. ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടത്തിൽ ഒരാൾ ഒരു ഡ്രൈവറായിട്ട് എപ്പോഴും തയ്യാറായിട്ട് നിൽക്കും, മറ്റൊരാൾ മോഷണം നടത്തും. ഇനി ഇവരിലൊന്നും പെടാത്ത അടുത്തയാളായിരിക്കും ഈ സാധനങ്ങളൊക്കെ വിറ്റ് പണമാക്കുന്നത്. എന്തായാലും ഇവര് ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. നമ്മൾ ഇത്തരം ഈ നമ്മൾ സപ്തമശ്രീ തസ്കര എന്ന സിനിമയിൽ കണ്ടത് ജയിലിൽ നിന്ന് കൂട്ട് വരുന്നു, പിന്നെ അവർ ഇതേപോലെ വമ്പൻ കൊള്ളയൊക്കെ നടത്തുന്നത്.